ഹായ്! എൻ്റെ ചില വീഡിയോസ് കണ്ടിട്ട് പലരും പറയുന്നു, "ചെന്തപ്പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലാണല്ലോ നിങ്ങളുടെ സംസാരം" എന്ന്. അത് നിങ്ങൾ ആ ഒരു ചിന്താഗതിയിൽ ഉള്ള ആളായത് കാരണം നിങ്ങൾക്കങ്ങനെ തോന്നുമായിരിക്കും. ഇന്നത്തെ കാലത്തും ഈ നടക്കുന്ന കാര്യങ്ങളും, അത് പച്ചയായ സത്യങ്ങൾ പറയുന്നത് പല ആൾക്കാർക്കും ഇഷ്ടമല്ല. അവിഹിതം ഏറ്റവും കൂടുതലുണ്ട് എന്ന് ഞാൻ വിളിച്ചു പറയുമ്പം, "അത് വൃത്തികേടല്ലേ? എന്തിനാണ് നിങ്ങൾ പറയുന്നത്?" സ്വയംപോക്കം ഉണ്ട് വിവാഹിതയായ സ്ത്രീയുടെ. അങ്ങനെ പറയുമ്പോഴും അതിനും എനിക്ക് വഴക്ക്. ഉള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഒരു കാര്യം അറിഞ്ഞ് ഞാനത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരുമ്പം ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞ് വന്നാൽ ഞാനതിന് പ്രതികരിച്ച് അതിങ്ങനാണെന്ന് നിങ്ങളോട് പറയണ്ടേ? അതൊക്കെ ഉള്ളു. വീട്ടിനകത്തോട്ട് പോയാൽ പച്ചത്തെറി വിളിക്കുന്ന, ഭർത്താവിനെ ചുരുട്ടിക്കൂട്ടി അടിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാര്യയെ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കും ഇവരൊക്കെ. എന്നിട്ട് വെളിയിലോട്ട് വന്നിട്ട് ഇവരൊന്നും ഒന്നും പറയത്തില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലേ, ഇതാണ് എൻ്റെ യഥാർത്ഥ ക്യാരക്ടറും യഥാർത്ഥ സംസാരവും. ഇങ്ങനെ തന്നെയാണ് ഞാൻ സംസാരിക്കാറുള്ളത്. ആർക്ക് വേണ്ടിയും എൻ്റെ സംസാര രീതിയൊന്നും ഞാൻ മാറ്റുന്നില്ല. പച്ചത്തെറിയൊന്നും പറയുന്നില്ലല്ലോ. ഫാമിലിക്ക് ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ ഞാൻ പറയുന്നത്. സമൂഹത്തിന് ചിന്തിക്കാനും ഏതെങ്കിലും ഒരു കാര്യം, ഞാൻ 100 കാര്യം പറയുമ്പോൾ അതിനകത്ത് ഒരു കാര്യം ചിന്തിക്കാനുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതെന്താണ് അംഗീകരിച്ചാൽ? അംഗീകരിക്കണ്ട. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കരുത്. ചന്തപ്പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നു, ഇങ്ങനത്തുള്ള ഡയലോഗൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സ് വേദനിപ്പിക്കാം എന്ന് മാത്രം വിചാരിക്കരുത്. ഞാൻ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. കുറച്ചും കൂടി ഇങ്ങനെ ഇറങ്ങിപ്പോയി പഠിക്കും. പഠിച്ചിട്ട് എല്ലാം വന്നിവിടുന്ന് പറയും. പലരെക്കുറിച്ചും പറയാനുണ്ട്. പറഞ്ഞിരിക്കും. എന്തായാലും കുറച്ച് പേർക്ക്, 100 പേരെടുത്താൽ 2 പേർക്ക് ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ട്. അത് മനസ്സിലായി. അപ്പം ഈ 2 പേരെന്നുള്ളത് ഞാൻ 20 ആക്കിക്കോളാം. അങ്ങനെ ഓരോരുത്തരെ ആക്കിയെടുക്കാം. എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. കുറച്ച് പാടാനും അറിയാം. എൻ്റെ പാട്ടൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് എല്ലാവരും വഴക്കിന് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് വരുന്നത്. അല്ലാതെ പബ്ലിക്കിലോട്ട് വന്നിട്ട് കുറച്ച് തുണി അഴിച്ചങ്ങോട്ട് കാണിച്ച് റീച്ച് ഉണ്ടാക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ഹുക്കൊക്കെ അങ്ങോട്ട് മാറ്റിയിടാം. അതല്ലെങ്കിൽ ആരെങ്കിലും പച്ചത്തെറി പറയാം. ഇത് പെട്ടെന്ന് റീച്ച് ആവാനായിട്ട്. അതും അല്ലെങ്കിൽ നമ്മുടെ കിച്ചണും നമ്മുടെ ബാത്റൂമും നമ്മുടെ ബെഡ്റൂമും അങ്ങ് കാണിക്കാം. അതും അല്ലെങ്കിൽ ഞാനും ഭർത്താവും കെട്ടിപ്പിടിക്കുന്നത് കാണിക്കാം. അതല്ലെങ്കിൽ കൊച്ചിനെ ഒരിക്കലും ലാളിക്കാത്ത കൊച്ചിനെ എടുത്ത് വെച്ച് "മുത്തേ പൊന്നേ വാവേ അച്ചച്ചോ" എന്ന് കൊഞ്ചാം. ഇതും അല്ലെങ്കിൽ എവിടെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ പറമ്പെല്ലാം തേടി പോയിട്ട് ഓരോരുത്തരുടെ പച്ചമുളകും ഓരോരുത്തരുടെ ചീനിക്കിഴങ്ങും വാഴക്കായൊക്കെ എടുത്ത് അങ്ങോട്ടിടാം. എന്താ? എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് സംസാരിക്കുന്നതിനോടാണ് ഇഷ്ടം. അപ്പം എന്നെ വന്ന് അനാവശ്യങ്ങൾ പറഞ്ഞാൽ ഞാനും തിരിച്ച് ഇഷ്ടം പോലെ അനാവശ്യങ്ങൾ പറയും. എല്ലാവർക്കും ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? എല്ലാവർക്കും ഇങ്ങനത്തുള്ള അനുഭവം ഉണ്ടാവും. എനിക്ക് വളരെയധികം ഉണ്ട്. ഒരുപാടുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ കോമാളിത്തരം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാനതങ്ങ് നിർത്തി. എന്നാൽ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചാ. ഇങ്ങനത്തുള്ള ചന്തപ്പെണ്ണുങ്ങളുടെ സംസാരമൊന്നും. ഒരു ഡോക്ടർ വന്നിരുന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ അത് ചന്തയാവത്തില്ല. ഡോക്ടറല്ലാത്ത ഞാൻ അതുപോലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അവരും ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടർ വന്ന് ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പറഞ്ഞാൽ ഞാൻ ചന്തയാണ് എന്ന് പറയും. ഒരേ കാര്യത്തിന് 2 നീതി പറ്റൂല. ഒരേ നീതി മതി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ലതായിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. നല്ലതായിട്ട് ശ്രദ്ധിച്ച് നോക്കണം. ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വന്നിട്ട് എന്നോട് വഴക്കിന് വരരുത്. ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കും. ആണല്ലോ, അങ്ങനാണല്ലോ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടും അനുഭവിച്ചിട്ടും ആയിരിക്കും ഇവിടെ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. പറയുമ്പം അതിന് നിങ്ങളെനിക്ക് എന്തോ പറയുന്നേ, നല്ലതൊന്നും പറയണ്ട. പക്ഷെ ചീത്ത വാക്ക് പച്ചത്തെറി എന്തോലും എന്നോട് പറഞ്ഞാ ഞാൻ പച്ചത്തെറി തിരിച്ചു വിളിക്കും. അങ്ങനെ പച്ചത്തെറിയൊന്നും ആരും പറയാറില്ല.
പക്ഷേ ഈ ചന്തപ്പെണ്ണുങ്ങൾ എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാക്കി. അതുകൊണ്ട് ചന്തപ്പെണ്ണുങ്ങൾ എന്ന് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ചന്തയിൽ പച്ചക്കറി വിൽക്കുന്ന പെണ്ണുങ്ങളാണെന്നാണോ ഉദ്ദേശം? അതോ മീൻ വിൽക്കുന്ന പെണ്ണുങ്ങളെന്നോ? അവരൊക്കെ അത്രയും വൃത്തികെട്ടവരാണോ? പണ്ട് എല്ലാരും പറയുമായിരുന്നു, അയൽക്കൂട്ടത്തിന് പോവും. എന്തുവാ കർഷക സ്ത്രീയോ, യുവസ്ത്രീയോ ഏതോ ഒരു സ്ത്രീ ഉണ്ടല്ലോ കേരളത്തില്. ആ സ്ത്രീക്ക് പോവും. അല്ലാതെ ഇൻസ്റ്റയിൽ വന്ന് ഇരുന്ന് പാട്ട് പാടി റീച്ച് ഉണ്ടാക്കാൻ നോക്കല്ലേ. കിളവി, തളച്ചി എന്നൊക്കെ എന്നെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ യുവസ്ത്രീ അല്ലല്ലോ. കർഷക സ്ത്രീ. കർഷക സ്ത്രീ അല്ലേ? ആ, കർഷക സ്ത്രീയാ. പേര് ഓർമ്മയില്ല. സ്ത്രീയാന്നറിയാം. കുടുംബശ്രീ. ആ, കുടുംബശ്രീ. ആണോ? ആ, കുടുംബശ്രീയും ഈ അയൽക്കൂട്ടമൊക്കെ അത്രയ്ക്കും ചീപ്പാണോ? നീ അയൽക്കൂട്ടത്തിന് പോ. അല്ലെങ്കിൽ നീ ഉം, അപ്പം അത്രയ്ക്ക് നമ്മളുടെ അമ്മ, അല്ലെങ്കിൽ നമ്മുടെ ചേച്ചി, നമ്മുടെ അമ്മൂമ്മ അവരൊക്കെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഭയങ്കര പണക്കാരനാന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ ഞാൻ വിടുന്നില്ല. എൻ്റെ അമ്മ പാവപ്പെട്ടവളായതുകൊണ്ട് അവിടെ പോയി ജോലി ചെയ്യുന്നു. അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. 2 സ്ത്രീകളാണ്. പണത്തിൻ്റെ ഒരു കാര്യം മാത്രമാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ അത് മോശപ്പെട്ട എനിക്ക് പണമില്ലായിരുന്നെങ്കിൽ എൻ്റെ അമ്മയെ ഞാൻ വിട്ടാനെ, അല്ലെങ്കിൽ ഞാൻ പോയാനെ. എനിക്ക് പണം ഉണ്ടായതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എൻ്റെ അമ്മയെ വിടുന്നില്ല. അപ്പം ചന്തപ്പെണ്ണുങ്ങൾ എന്ന് ഉദ്ദേശിച്ച ഈ വാക്ക് വളരെയധികം ഞാൻ ബഹിഷ്കരിക്കുന്നു. അല്ലേ? കുറച്ചൊക്കെ സ്നേഹിച്ചോട്ട്. എനിക്ക് ആ വാക്കിന് ഭയങ്കരമായിട്ട് സങ്കടമായതുകൊണ്ട് അതിന് പ്രതികരിക്കാൻ ഞാനിവിടെ വന്നതാണ്. കുറച്ച് വാക്കുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രതികരിക്കേണ്ട രീതിയൊക്കെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാനും മറന്നുപോയി. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന്. ഞാൻ വിചാരിക്കുന്നതറിയോ, നമ്മുടെ വീഡിയോസ് ഒരാൾ കണ്ടാലും ശരി, അവർക്ക് എന്റർടൈൻമെന്റ് ആവണം. അവർക്ക് ഇപ്പം പഠിക്കാനും എൻ്റെ വീഡിയോസിലൊന്നും കാണത്തില്ല. പക്ഷേ അവർക്കിങ്ങനെ അവർക്കിങ്ങനെ കാണുമ്പം എന്താണിങ്ങനെ പറയുന്നത്? എന്തുവായിരിക്കും? എന്നുള്ള ഒരു സാധാരണ ഒരാളെ പോലെ സംസാരിച്ച് പോണം. അങ്ങനെ തോന്നും എനിക്ക്. അങ്ങനെ അവർക്ക് തോന്നണം കാണുന്നവർക്ക്. ഇപ്പൊ പഠിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങൾ പഠിച്ച് ഇവര് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാം. അല്ലെ ഇവരിങ്ങനാണ്, അല്ലെ അവരങ്ങനാണ്. ഇപ്പൊ നമ്മള് മോട്ടിവേഷൻ വീഡിയോസും അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു അങ്ങനെ പലതും കാണുമ്പോൾ അതിലൂടെ നമുക്ക് എന്തെങ്കിലും പഠിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. അപ്പം ഞാനും അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. റിപ്പീറ്റ് ആയി പോയിടും. അപ്പം ന ഇന്നത്തെ കാലത്ത് നടക്കുന്ന പല കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പബ്ലിക്കിലോട്ട് കൊണ്ടുവന്ന് തരണം. കാണിക്കണം എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക്. പാട്ടൊക്കെ പാടിത്തരാന്നൊക്കെ വിചാരിച്ചയാ. പക്ഷേ നിങ്ങളതിന് ഒരു എൻകറേജ് എനിക്ക് തരാത്തത് കാരണം ഞാൻ വിചാരിച്ചു എനിക്കാവുന്ന ഈ കാര്യങ്ങളൊക്കെ ഉള്ളു. എഡിറ്റിങ് ഒന്നും അറിയത്തില്ല. ഇതൊരു ലൈവ് പോലാണ്. ഞാനിരുന്ന് ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കും. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചതാ. കുളിച്ച് ആ ഒരു വേഷത്തോട് വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ക്യാമറയിലോട്ട് നോക്കി ഇങ്ങനെ കാര്യങ്ങളങ്ങ് പറയും. അതങ്ങോട്ട് കുറച്ച് സൂം ചെയ്ത്, കാരണം വീട് മൊത്തത്തിൽ അല്ലെങ്കിൽ എന്നെ കാണണ്ട, എൻ്റെ നെഞ്ചിൻ്റെ താഴോട്ട് കാണണ്ടാന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുവിടുന്നതാണ്. അപ്പം കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായത് കാരണമാണ് ഈ ബോഡി മൊത്തം പലരും ആൾക്കാരും പറയുന്നുണ്ട് ഒരേ പൊസിഷൻ, ഒരേ രീതി, അതെത്ര പേര് കാണും എന്നൊക്കെ പലരും എന്നോട് പറയുന്നുണ്ട്. കുറച്ച് ബോഡി കാണിക്കണം. ഒരാൾ ചെയറിലിരുന്ന് സംസാരിക്കുന്ന പോലെ റൂം കുറച്ച് കാണുന്ന പോലെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യാൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ വീഡിയോ എടുത്ത് സൂം ചെയ്ത് വലുതാക്കി അങ്ങോട്ട് ഇടും. അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. എൻ്റെ ക്യാമറയിലാണ് എടുക്കാറുള്ളത്. അപ്പം അറിയാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞാൻ ചെയ്യാതിരിക്കുന്നത്. എന്നെ അന്നാലും ചന്തപ്പെണ്ണുങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞ ആളോട് ഞാൻ പിണങ്ങി. ഇനി ഒരിക്കലും മിണ്ടൂല അവരോട്. എൻ്റെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കാല് കുത്തിയാ ആ കാല് ഞാൻ തല്ലി ഓടിക്കും. ചുമ്മാ പറഞ്ഞയാ. ഒരു തമാശയ്ക്ക്. അതുകൊണ്ട് ഇന്നത്തെ കാര്യം ഇത്രയൊക്കെയാണ്. താങ്ക് യു വെരി മച്ച്. പോട്ടെ.